സാൽമൺ മീൻ വെച്ചൊരു മീൻ കറിയാണ്. അപ്പോൾ ഞാൻ അതിനായി ആദ്യം ഒരു ചട്ടി അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട്. ചട്ടി അടുപ്പിലേക്ക് വെച്ച ശേഷം കുറച്ച് വെളിച്ചെണ്ണ അതിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കണം. കുറച്ച് വെളിച്ചെണ്ണ, അതായത് ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ വഴറ്റാനായിട്ട് ആവശ്യമായ കുറച്ച് വെളിച്ചെണ്ണ മാത്രം ഒഴിച്ചാൽ മതി. ആദ്യം 1 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഞാൻ ഒഴിച്ചിട്ടുണ്ട്. ഇനി ആ വെളിച്ചെണ്ണ ഒന്ന് നന്നായി ചൂടാവണം. വെളിച്ചെണ്ണ ചൂടായ ശേഷം അതിലേക്ക് ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി, ഇത് ഇത്രയും ചെറുതായി അരിഞ്ഞതാണ്. പച്ചമുളക് 2ആയിട്ട് പിളർന്നതാണ്. ഇപ്പം എരിവ് അനുസരിച്ച് നമുക്ക് പച്ചമുളക് എടുക്കാം. ഞാനിപ്പോൾ കുറച്ച് എരിവായതുകൊണ്ട് ഒരു 5 പച്ചമുളക് ഞാൻ എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും നമുക്ക് ആ എണ്ണയിലേക്ക് ചേർത്ത് കൊടുക്കാം. ഈ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയൊക്കെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കണം. ഇപ്പോൾ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയൊക്കെ പച്ചമണം മാറിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഉള്ളി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ചെറിയ ഉള്ളി ചെറുതായി വട്ടത്തിൽ അരിഞ്ഞതാണ് എടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ചെറിയ ഉള്ളി ഇല്ലെങ്കിൽ സവോള വേണമെങ്കിലും എടുക്കാം. അപ്പം ഞാനൊരു ഇവിടെ എനിക്ക് കിട്ടുന്ന ചെറിയ ഉള്ളി വലിയ സൈസാണ്. അതുകൊണ്ട് ഞാനൊരു 4 ചെറിയ ഉള്ളിയെ എടുത്തിട്ടുള്ളൂ. ഇപ്പോൾ സവോളയാണെങ്കിൽ ഒരു വലിയ സവോള ചെറുതായി ഇതുപോലെ അരിഞ്ഞെടുത്താലും മതി. പക്ഷേ സവോളയേക്കാളും ടേസ്റ്റ് കൂടുതൽ ചെറിയ ഉള്ളിക്കാണ്. ഇത് നന്നായി വഴറ്റിയെടുക്കണം. ഉള്ളി നന്നായി ഒന്ന് വഴറ്റിയെടുക്കണം. കുറച്ച് ഉപ്പ് കൂടെ ചേർത്ത് ഉള്ളി വഴറ്റി കൊടുക്കാം. ഇപ്പോൾ ഉള്ളിയെല്ലാം നന്നായിട്ട് വാടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കണം. തീ കുറച്ച് വെച്ച ശേഷം വേണം പൊടികൾ ചേർത്ത് കൊടുക്കാൻ. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി. മല്ലിപ്പൊടി വളരെ കുറച്ച് ചേർത്താൽ മതി. അതുപോലെ ഒരു 1/4 ടീസ്പൂൺ ഉലുവപ്പൊടി. ഇനി ഈ പൊടികൾ നന്നായിട്ട് ഒന്ന് എണ്ണയിലൊന്ന് മൂപ്പിച്ചെടുക്കണം, ഉള്ളിയിലൊന്ന് മൂപ്പിച്ചെടുക്കണം. അപ്പോൾ ഈ പൊടികളൊക്കെ നന്നായിട്ടൊന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു തക്കാളി ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. അതുപോലെ ഒരു 2 കഷ്ണം കുടംപുളിയും കൂടെ അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഈ തക്കാളി എല്ലാം ഈ ഉള്ളി എല്ലാമായിട്ട് നന്നായി ഒന്ന് വെന്ത് വരണം. നമുക്ക് കുറച്ച് നേരം ഒന്ന് അടച്ചു വെച്ച് ആ തക്കാളിയൊക്കെ ഒന്ന് വെന്ത് വരുന്നവരെ വേവിക്കാം. ഇപ്പോൾ ഒരു 2 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ അടച്ചു വെച്ചിട്ട് നമുക്ക് തുറന്ന് നോക്കി ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ തക്കാളിയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കണം. കുറേശ്ശെ ഇതുപോലെ വെള്ളം ഒഴിച്ചാൽ ഗ്രേവി എല്ലാം ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഉള്ളിയെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ആദ്യം കുറച്ച് വെള്ളം ഒഴിച്ച ശേഷം നമുക്കിതൊന്ന് വേവിക്കാം. ഒന്നുകൂടെ ഒന്ന് അടച്ചു വെച്ചിട്ട് വേവിക്കണം. ഇപ്പോൾ ഒരു 2 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് വീണ്ടും തുറന്ന് നോക്കാം. അപ്പോൾ ആ ഗ്രേവിയൊക്കെ കുറച്ച് നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്രേവിക്ക് ആവശ്യമായിട്ടുള്ള ചൂടുവെള്ളം ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കണം. ചൂടുവെള്ളമേ നിങ്ങൾ ചേർക്കാവുള്ളൂ. അപ്പം
മീൻ എത്രത്തോളം ഉണ്ടോ അതിനനുസരിച്ച് നമുക്ക് ഗ്രേവി വേണം. അപ്പോൾ അതിനനുസരിച്ചുള്ള വെള്ളം ചേർത്ത് കൊടുത്തോളണം. ഇപ്പോൾ ഗ്രേവിക്ക് അനുസരിച്ച് ആവശ്യമായ വെള്ളം നമ്മൾ ചേർത്തിട്ട് ഇതിനിപ്പോൾ നമുക്കൊന്ന് എല്ലാം നന്നായി ഒന്ന് മിക്സ് ചെയ്ത ശേഷം അടച്ചു വെച്ച് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. തിളച്ച ശേഷം നമുക്ക് മീൻ ഇട്ട് കൊടുക്കാം. ഇത് ഗ്രേവി നന്നായി തിളച്ച ശേഷം മാത്രമേ മീൻ ഇട്ട് കൊടുക്കാവുള്ളൂ. അതിനു മുമ്പ് നമ്മൾ മീൻ ചേർത്ത് കഴിഞ്ഞാൽ ഗ്രേവി വേകുമ്പോഴേക്കും മീനും ചിലപ്പോൾ പൊടിഞ്ഞു പോകും. അതുകൊണ്ട് ഗ്രേവി നന്നായി വെന്ത ശേഷം നമുക്ക് മീൻ അതിലേക്ക് ചേർക്കാം. ഇനിയിപ്പോൾ നമുക്കിതൊന്ന് അടച്ചു വെച്ച് നന്നായി ഒന്ന് തിളപ്പിക്കാം. അപ്പോൾ നമുക്ക് കറി ഒന്ന് തുറന്ന് നോക്കാം. നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. അപ്പോൾ ഈ സമയം നമുക്ക് ആദ്യം നമ്മൾ ഉള്ളി വഴറ്റിയപ്പോൾ കുറച്ച് ഉപ്പ് ചേർത്തിരുന്നു. അപ്പോൾ ഉപ്പ് ഈ സമയം ഒന്ന് നോക്കാം. ഉപ്പ് വേണമെങ്കിൽ കുറച്ച് ഉപ്പ് ഈ സമയം ചേർത്ത് കൊടുക്കണം. ഇപ്പം ഞാൻ കുറച്ചുകൂടെ ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. ഇപ്പോൾ കൂടിപ്പോവാതെ സൂക്ഷിക്കണം. കുറച്ച് ചേർത്ത് നോക്കിയ ശേഷം വീണ്ടും വേണമെങ്കിൽ വീണ്ടും ചേർത്താൽ മതി. ഇപ്പോൾ കറി നന്നായി തിളച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മീൻ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കാം. അപ്പം ഇതാണ് ഞാനിവിടെ എടുത്തേക്കുന്ന മീൻ, സാൽമൺ ആണ്. അപ്പോൾ ഈ മീനിന് ഇപ്പോൾ നിങ്ങൾക്ക് ഈ ലൈറ്റിൽ ചിലപ്പോൾ ആ മീനിൻ്റെ ആ മാംസത്തിൻ്റെ യഥാർത്ഥ കളർ മനസ്സിലാവത്തില്ല. നല്ല ഓറഞ്ച് കളറാണ് ഇതിൻ്റെ ഫ്ലഷിന്. അതുപോലെ തന്നെ തോലോട് കൂടിയുള്ള സാൽമണാണ് ഞാൻ എടുത്തേക്കുന്നത്. ഇതിൻ്റെ തോലിൽ നല്ല ചെതുമ്പലുള്ളതാണ്. അത് നന്നായിട്ട് ക്ലീൻ ചെയ്ത ശേഷം എടുക്കണം. കാരണം തോലോട് കൂടിയുള്ള മീനാണ് കുറച്ച് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ ഇത് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് സാൽമൺ 2 തരത്തിലുള്ളത് കിട്ടും. നല്ല ഓറഞ്ച് കളറിലെ സാൽമണും കിട്ടും, നല്ല റെഡ് കളറിലുള്ള സാൽമണും കിട്ടും. ഓറഞ്ച് കളറാണ് കുറച്ച് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. ഇപ്പോൾ കേരളത്തിലൊക്കെ സാൽമൺ കിട്ടുമെന്ന് എനിക്കറിയില്ല. ഗൾഫിലൊക്കെ ഒരുപാട് കിട്ടുമെന്ന് കേട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് സാൽമൺ കിട്ടുമെങ്കിൽ ഇതുപോലെ മേടിച്ച് ചെയ്ത് നോക്കുക. അതുപോലെ വളരെ ഗുണവുമുള്ള ഒരു മീനാണ് സാൽമൺ. അപ്പോൾ ഈ ഗ്രേവിയിൽ ഈ മീനെല്ലാം മുങ്ങിക്കിടക്കത്തക്ക വിധം ഇട്ട് കൊടുക്കണം. ഇനി നമുക്ക് അടച്ചു വെച്ചിട്ട് വേവിക്കാം. പെട്ടെന്ന് ഈ മീൻ പെട്ടെന്ന് വെന്ത് കിട്ടും. അപ്പോൾ നമ്മൾക്ക് ഒന്ന് അടച്ചു വെച്ച് നന്നായി ഒന്ന് തിളപ്പിച്ച ശേഷം അത് അടുപ്പ് തുറന്ന് വെച്ച് ഒന്നുകൂടെ ആ ഗ്രേവി ഒന്ന് വെറ്റിച്ചെടുക്കണം. ഇപ്പം നമുക്ക് മീൻ കറി ഒന്ന് തുറന്ന് നോക്കാം. അപ്പോൾ കറിയെല്ലാം നന്നായി തിളച്ചിട്ടുണ്ട്. മീനൊക്കെ നന്നായി വെന്തിട്ടുണ്ട്. അപ്പോൾ ഇതിനിപ്പോൾ തുറന്ന് വെച്ചിട്ട് നമുക്ക് ഒരു 2 മിനിറ്റ് ഒന്ന് തിളപ്പിക്കാം. ആ ഗ്രേവി ഒന്നുകൂടെ ഒന്ന് കുറുകാനായിട്ടാണ്. ഇനി നമുക്ക് കുറച്ച് കറിവേപ്പില അതിന് മുകളിൽ തൂക്കി കൊടുക്കാം. അതുപോലെ കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടെ അതിൻ്റെ മുകളിലേക്ക് നമുക്ക് തൂക്കി കൊടുക്കണം. തീ ഓഫ് ചെയ്ത ശേഷം മാത്രമേ വെളിച്ചെണ്ണ നമ്മൾ ചേർക്കാവൂ. വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു സാൽമൺ കറിയാണ് ഞാൻ കാണിച്ചത്. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ആഷസ് കിച്ചൺ സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ വീഡിയോ ഷെയർ ചെയ്യാനും മറക്കരുത്. ഇനിയൊരു വീഡിയോ ആയി കാണുന്നത് വരെ താങ്ക് യു.